ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു അടുത്ത ദിവസം കൂടെ നൽകിയിരിക്കുകയാണ്. ആണ്ടവരുടെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ആണ്ടവരുടെ വചനത്തെപ്പറ്റി നമ്മൾ എപ്പോഴും വിസാരിച്ചുകൊണ്ടിരിക്കണം. അവൻ എന്നാ നമ്മളോട് ചൊല്ലിയിരിക്കുന്നത് നമ്മൾ അത് പുടിയുമ്പോൾ താൻ നമുക്ക് ആണ്ടവരെ ശരിയായിട്ട് ആരാധിക്കാൻ പറ്റും. നമ്മൾ ആണ്ടവരെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. അതാണ് ശരി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ എപ്പിസോഡ് 162, അതിൻ്റെ C11. അതായത് കൊലുസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 13-ാം വചനം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ആണ്ടവരുടെ വചനം നമുക്ക് ആണ്ടവർ എപ്പടി നമുക്ക് ഡിവൈഡ് പണിത്തരും, അല്ലെങ്കിൽ നമുക്ക് വിവാജിത്തരും. അവൻ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 13-ാം വാക്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നാടി கொஞ்சம் പിന്നാടി പോയിട്ട് 13-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ 11-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന്. അന്നേരം ഇവിടെ 11-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது, നമ്മൾ സകല സഹിഷ്ണുത, അതായത് നമുക്ക് വരാവുന്ന എല്ലാ കഷ്ടപ്പാടിലും എന്നാ പറയണം, നമുക്ക് ரொம்ப താഴ്മയുള്ളവനായി, അത് നമ്മുടെ കഷ്ടപ്പാടുകൾ അത് നമ്മൾ സഹിക്കുന്നവരായി തീർന്നു വേണം ആണ്ടവരെ സ്തുതിക്കാൻ. നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത്, ആണ്ടവർ നമ്മളെ എന്നാ പണിയാച്ച്, അവൻ താഴ്ചയേറ്റവനായി ലോകത്തിൽ വന്നു, അവൻ നമുക്ക് വേണ്ടി താണു വന്നു എന്ന് മറ്റുമല്ല, അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചാറേ. അവൻ ക്രൂസിൽ മരിച്ച് അവൻ നമ്മുടെ പാപത്തിന് യാഗമായി തീർന്നു. അതായത് അവൻ ആ കഷ്ടപ്പാടിൻ്റെ സഹിഷ്ണുതയെപ്പറ്റി നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ അതേപോലെ അവനെപ്പോലെ നമ്മൾ ആയണമെങ്കിൽ നമ്മൾ എന്നാ പറയണം, അവനെപ്പോലെ നമുക്കും സഹിഷ്ണുത വേണം. നമ്മൾ അവനെപ്പോലെ താഴ്മയുള്ളവനായി തീരണം. നമുക്ക് പ്രയാസങ്ങൾ കഷ്ടങ്ങൾ ഒക്കെ വരാം. നമ്മൾ വചനം കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് എതിരായിട്ട് ആൾക്കാർ വന്നിടാം. എന്നാൽ നമ്മൾ എന്നാ വേണം, സഹിഷ്ണുതയിലും ദീർഘക്ഷമയ്ക്കുമായി നമുക്ക് ദീർഘക്ഷമ, അതായത് അവർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, അവർ നമ്മളോട് കോപപ്പെടുമ്പോൾ നമ്മൾ ദീർഘക്ഷമയുള്ളവരായി, അല്ലെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തി അവർ പറയുന്ന കേട്ട് അവരോട് ഒന്നുമേ നമ്മൾ മറുപടി சொல்லாതെ നമ്മൾ എന്നാ പറയണം, അവൻ്റെ ആണ്ടവരുടെ സ്നേഹം, ആണ്ടവരുടെ സഹിഷ്ണുത, ആണ്ടവരുടെ ദീർഘക്ഷമ നമ്മൾ അവരോടും കാണിക്കണം. അത് നമ്മൾ കാണിക്കുമ്പോൾ അവർ നമ്മളിൽ കാണുമ്പോൾ ആണ്ടവരെ കാണുന്ന പോലെ കാണും. കാരണം നമ്മൾ ആരുടെ പ്രതിച്ഛായ, നമ്മൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എപ്പടി വന്നിരും. അതായത് ആണ്ടവർ പാപികളായ നമ്മളെ ദൈവ മക്കളാക്കി. മക്കളെന്ന് പറഞ്ഞാൽ ആരുടെ മക്കൾ, അവരുടെ രൂപം, അതാണ് ദൈവമക്കളാക്കി. നമ്മൾ ദൈവത്തിൻ്റെ രൂപമായി മാറിയാച്ച്. ദൈവത്തിൻ്റെ രൂപമായി മാറിയപ്പോൾ നമ്മളിൽ എന്നാ പാക്കണം, അത് നമുക്ക് ആണ്ടവരുടെ സ്വഭാവം പാക്കണം. അത് തന്നെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ എന്നാ ചെയ്താച്ചേ, അവൻ ആണ്ടവരുടെ മകനായതുകൊണ്ട് ആണ്ടവരുടെ താഴ്മ അവന് കിടച്ചാച്ച്. അവൻ താഴ്ചയുള്ള അവൻ ആണ്ടവർ താൻ അവൻ ദീർഘക്ഷമ, അതായത് അവൻ മെനഞ്ഞ, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയ മനുതൻ തന്നെ അവനെ എന്നാ പണിയാച്ചേ, അവന് ദ്രോഹം പണിയാച്ചേ, അവനെ അടിച്ചാച്ചേ, അവനെ തുപ്പിയാച്ചേ, അവനെ ഇൻസൾട്ട് പണിയാച്ചേ. എന്നാൽ എന്നാ പണിയാച്ചേ, എന്നാ പണിയാച്ചേ, ആണ്ടവർ ഒരു ശബ്ദവുമേ പേശാതെ, അവൻ ഒന്നുമേ പേശാതെ അവൻ മൂടി അവൻ എന്നാ പണിയാച്ചേ, അവൻ ശാന്തമായിരുന്നാച്ച്. അന്നേരം ആണ്ടവർ നമ്മളോട് അപ്പടി പണിയെങ്കിൽ നമ്മളും എന്നാ പറയണം, അതേ. കാരണം നമ്മൾ ആണ്ടവരുടെ രൂപം തന്നെ, ആണ്ടവരുടെ മക്കൾ തന്നെ, അവരുടെ മക്കളാകുമ്പോൾ നമ്മൾ എന്നാ പറയണം, ആണ്ടവരെ പോലെ നമ്മളും ആയിടണം. ആണ്ടവരെ പോലെ ആയിടുമ്പോൾ നമുക്ക് ദീർഘക്ഷമ നമുക്ക് തേവപ്പെടും, നമുക്ക് സഹിഷ്ണുത നമുക്ക് തേവപ്പെടും. അതല്ല, പിന്നെ അടുത്ത നമ്മളെന്താ, അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് ഒത്തവണ്ണം, അവൻ്റെ മഹത്വത്തിന് വല്ലഭത്വം ഒത്തവണ്ണം എന്ന് ചൊല്ലിയാൽ ആണ്ടവരുടെ മഹത്വം, അല്ലെങ്കിൽ ആണ്ടവരുടെ മഹത്വം എപ്പോഴും ഇരിക്കും,
അവൻ ഉന്നതൻ, അവൻ പെരിയവൻ, അവൻ ലോകം മെനഞ്ഞവൻ. അവൻ്റെ ആ രീതിയിൽ അവൻ്റെ മഹത്വത്തിന്, അതായത് നമ്മൾ ഒരു ഫ്രണ്ടിനെ കാണുന്ന മഹത്വമല്ല, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ബന്ധുമിത്രാദികളെ കാണുന്ന സ്നേഹമല്ല. നമ്മൾ കാണുമ്പോൾ അവൻ പെരിയവനെന്ന് നിലച്ച് അവനും ആ മഹത്വം, അവന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ കൊടുക്കണം എന്ന് சொல்லுது. അതിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന്. അതുമാത്രമല്ല, നമ്മൾ അത് ആ രീതിയിൽ പൂർണ്ണ ശക്തിയായിട്ട് ബലപ്പെട്ട് വേണം അവനോട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ നമ്മൾ കാമിക്കേണ്ടത്. നമ്മൾ അവനെ കാമിക്കണം എന്നാ പറയണം? മറ്റുള്ളവർ നമ്മളെ പാക്കുമ്പോൾ നമ്മൾ ആണ്ടവരുടെ സ്വരൂപമാണെന്ന് അവർക്ക് പുടിയണം. 12 വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. അതായത് നമ്മൾ ആരുതാൻ നമ്മൾ പഠിച്ച നമ്മൾ വിശുദ്ധന്മാർ. നമ്മൾ എപ്പടി വിശുദ്ധന്മാർ? നമ്മൾ അപവിത്രതാൻ. കാരണം നമ്മൾ പാവം ചെയ്തതെല്ലാം അപവിത്രതാൻ. അതായത് നമ്മൾ പാപികൾ താൻ. എന്നാൽ ആണ്ടവർ വിശുദ്ധനായപ്പോൾ അവൻ നമ്മളെ മക്കളാക്കിയപ്പോൾ നമ്മളും വിശുദ്ധന്മാരായി തീർന്നു. നമ്മൾ എപ്പോഴും മക്കളാവാൻ പറ്റിയും? നമ്മൾ ആണ്ടവരെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ മക്കളായി തീർന്നു. നമ്മൾ വചനത്തിൽ വാസിക്കുന്നു, അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ടവരെല്ലാം അവൻ്റെ മക്കൾ എന്ന് എണ്ണപ്പെടുവാൻ തക്കോണം ആണ്ടവർ അവർക്ക് സ്ഥാനം കൊടുത്താൽ. നമുക്ക് ആണ്ടവർ എന്നാ വഴി? അവൻ്റെ മഹത്വത്തിന്. അത് നമ്മൾ 14 വാക്യത്തിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. നമ്മളെ ആണ്ടവർ ചെയ്ത കാര്യം നമ്മൾ വിശുദ്ധന്മാരാക്കി. കാരണം ആണ്ടവർ എங்கே വസിക്കുന്നത്? ആണ്ടവർ വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഇത് വിശുദ്ധി അല്ലെങ്കിൽ ആണ്ടവർക്ക് ഹൃദയത്തിൽ വസിക്കാൻ മാട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആണ്ടവർ വിശുദ്ധനായതുകൊണ്ട് അവൻ വിശുദ്ധിയിൽ താൻ വസിക്കും. അന്നേരം അവൻ നമ്മളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അശുദ്ധത, നമ്മുടെ പാവം എല്ലാമേ മാറ്റി നമ്മളെ വിശുദ്ധരാക്കണം. അതുകൊണ്ട് താൻ നമ്മൾ വാസിക്കുന്നത്. അവൻ നമ്മുടെ സകല പാപങ്ങളെയും മോചിച്ചു. അതായത് പാപങ്ങളെല്ലാമേ മുടിച്ചാച്ച്. അത് മുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നെ അയച്ച് നമ്മൾ വിശുദ്ധരായച്ച്. നമ്മൾ വിശുദ്ധരായപ്പോൾ ആണ്ടോർ എங்கே ഇപ്പം വാസം പണുവാം? നമ്മുടെ ഹൃദയത്തിൽ. ആണ്ടോർ കോവിലല്ല വാസം பண்ணது. ஆண்டவர் வாசம் பண்ணது எங்கே? നമ്മുടെ ഹൃദയത്തിൽ താൻ വാസം പണത്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വാസം പണുമ്പോൾ നമ്മൾ ആരുതാൻ? നമ്മൾ വിശുദ്ധന്മാർ. എങ്കിൽ നമ്മൾ വിശുദ്ധന്മാർക്ക് നമ്മൾ വാസിക്കുന്ന വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. അതായത് നമ്മൾ വിശുദ്ധനായപ്പോൾ നമ്മൾ എന്നാ പറ്റും? ആണ്ടോർ എന്നാ പ്രകാശം താൻ. ആണ്ടോർ പ്രകാശം പോലെ നമ്മളും പ്രകാശമുള്ളവരായി തീരണം. നമ്മൾ ഇങ്ങനെ തന്നെ 14 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് വെളിച്ചത്തിലുള്ള അവകാശത്തിന്. അതായത് നമ്മൾ വെളിച്ചത്തിന് വേണ്ടി, അതിൻ്റെ അവകാശത്തിനായി നമ്മൾ നമ്മൾ പ്രാപ്തന്മാരാകണം. അതായത് നമ്മൾ വെളിച്ചത്തിൻ്റെ അവകാശികൾ, അത് നമ്മൾ പ്രാപ്തന്മാരാകണം. അതാണ് ഇങ്ങനെ നമ്മൾ വിചാരിച്ചിടാം. ഒരു മെഴുകുതിരി മെഴുകുതിരി ഇരുന്നാൽ അതിന് പ്രകാശം கிடைக்குമോ? അത് കത്തിക്കുമ്പോൾ താൻ അതിന് പ്രകാശം വരും. നല്ലപോലെ പിടിക്കണം. അതായത് നമ്മൾ ഒരു മനുഷ്യൻ താൻ ശരി, അത് കത്തിക്കണം. എപ്പടി കത്തിക്കണം? ആത്മാവിൻ്റെ കത്തൽ, അല്ലെങ്കിൽ ആത്മാവ് നമ്മൾ ഉള്ളിൽ വന്ന് നമ്മൾ കത്തുമ്പോൾ പ്രകാശം കൊടുക്കും. ആ പ്രകാശം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം கிடைക്കും. ഇങ്ങനെ വാസിക്കുന്നത് നമ്മൾ അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കണം. നമ്മൾ അതിന് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കണം എന്ന് சொல்ல. 13 വാക്യത്തിൽ നമ്മൾ വന്നിടാം. നമ്മുടെ ഭാഗത്തിൽ വന്നിടാം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇங்கே சொல்லுவா, ആണ്ടവർ ചെയ്ത കാര്യം. അവൻ നമ്മൾ ഇരുട്ടിലായിരുന്നു, നമ്മളെ ഇരുട്ടിൽ നിന്നും വിടുവിച്ചു. അതായത് ഇരുട്ടിൻ്റെ അധികാരം. ഇരുട്ട് ആരെ പറ്റി പേശുന്നത്? ഇരുട്ടെന്ന് ചൊല്ലിയാൽ സാത്താൻ, പിശാചിനെ താൻ ചൊല്ലുന്നത്. നമ്മൾ പിശാചിൻ്റെ അധികാരികൾ താൻ. അതായത് ഇരുട്ടിൻ്റെ അധികാരികൾ താൻ. നമ്മൾ ഇരുട്ടും അത് നമ്മൾ കോപം ഇതെല്ലാമേ നമ്മൾ ഇരുട്ടിൻ്റെ കാര്യം താൻ. നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്ന കാര്യം. നമ്മൾ മറ്റുള്ളവരെ പറ്റി അവരെ തിരുടം പണുക, അവർക്ക് വേണ്ടി അവർക്ക് ദോഷം പണുക, അവരെ നമ്മൾ അടിക്കുക, അവരെ നമ്മൾ ഉപദ്രവിക്കുക, ഇതെല്ലാം ചെയ്യുന്ന ഇരുട്ടിൻ്റെ പ്രവർത്തികൾ തന്നെ. നമ്മുടെ ആ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ നമ്മൾ മാറിയിട്ട് പ്രകാശത്തിന് പ്രാപ്തന്മാരായിത്തീരണം. നമ്മൾ പ്രകാശമുള്ളവരായിത്തീരണം. അപ്പോൾ നമ്മൾ അധികാരത്തിനും വിടുവിച്ച് അവൻ എന്നെ പണിയാച്ചേ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, അതായത് പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചാച്ച്. നമ്മളെ വിടുവിച്ച് എന്നെ പണിയാച്ച്
തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ കാര്യത്തിലാക്കി ആ ആണ്ടവർ ഇപ്പം നമ്മൾ എங்கே ആക്കി വച്ചിരിക്കേ? നമ്മൾ ഇപ്പോഴല്ല, എങ്കിയല്ല, സ്നേഹസ്വരൂപൻ, അതായത് നമ്മുടെ സ്നേഹസ്വരൂപനായ ആണ്ടവരായ യേശു, ആ സ്നേഹസ്വരൂപൻ്റെ എന്നെ എഴുതിയിരിക്കുക, അവൻ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. പുത്രൻ്റെ രാജ്യം സ്വർഗം. അതായത് എല്ലാമേ ആണ്ടവരുടെ രാജ്യം താൻ. എന്നാൽ ആണ്ടവർ എങ്കിന്ന് വന്നാച്ചേ സ്വർഗത്തിൽ. അതായത് ആ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികൾ, നരകത്തിൻ്റെ അവകാശികളല്ല. നമ്മൾ നല്ലപോലെ പിടിയണം, നമ്മൾ നരകത്തിൻ്റെ അവകാശികളെ അല്ല. കാരണം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മൾ ആണ്ടവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അവൻ രക്ഷിതാവായി നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിച്ചു. അന്നേരം നമ്മൾ പവിത്രരായി. അത് മാത്രമല്ല, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ നമ്മളിൽ കത്തിച്ചു. അന്നേരം നമ്മൾ പ്രകാശിതരായി. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ നമ്മളെ കത്തിച്ചപ്പോൾ ആ പ്രകാശം നമ്മൾ കൊടുക്കുന്നതിന് മാത്രമല്ല, നമ്മൾ വായിക്കുന്നത്, നമ്മൾ അവകാശത്തിനായി നമ്മളെ വിശുദ്ധന്മാരായി ദൈവത്തിൻ്റെ പ്രകാശത്തിന് അവകാശികളാക്കി തീർത്തു. നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. നമ്മളെ സ്നേഹസ്വരൂപനായ ആണ്ടവരുടെ രാജ്യത്തിലാക്കി തീർത്തിരിക്കുകയും. അത് നമ്മൾ വാസിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ എന്നെ ആക്കിയാച്ച് നമ്മളെ എங்கே ആക്കി? സ്വർഗത്തിലാക്കി. ശരി, നമ്മൾ എங்கே ഇപ്പം ഭൂമിയിൽ താൻ. എന്നാൽ നമ്മൾ ആരുടെ അവകാശികൾ താൻ? നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികൾ. നമ്മുടെ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ എവിടുത്തുകാരെന്ന് ചൊല്ലിയാൽ നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മൾ സ്വർഗത്തിൽ, അതായത് ആണ്ടവരുടെ ദേശത്തിൽ, സ്വർഗത്തിൻ്റെ നാട്ടുകാർ താൻ. നമ്മുടെ ഐഡൻറ്റിറ്റീനെ സ്വർഗത്തിൽ. നമ്മൾ ഇന്ത്യൻ ആകുമ്പോൾ നമ്മൾ എന്നെ ചൊല്ലും, ഞാൻ ഇന്ത്യനാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ഞാൻ അമേരിക്കൻ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ എന്ന് പറയും ഞാൻ യൂറോപ്യനാണ്. എന്നാൽ നമ്മളിപ്പോൾ ആരാ? ഒന്നുമേ അല്ല. എங்கே? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികൾ. അതാണ് നമ്മൾ വി ആർ ദ സിറ്റിസൺ ഓഫ് ഹെവൻ. നമ്മൾ സ്വർഗത്തിലെ നമ്മൾ സിറ്റിസനാണ്, അല്ലെങ്കിൽ ആക്കിയിരിക്കുകയാണ്, രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. പിതാവിനെ നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ നമ്മൾ എന്നാ പണണം? പിതാവായ ആണ്ടവരെ നമ്മൾ സ്തോത്രം പണണം. കാരണം പിതാവായ ആണ്ടവർ നമ്മളെ നേസിച്ചത് മുഖാന്തരം താൻ പുത്രൻ ഈ ലോകത്തിൽ വന്നത്. അവൻ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്, നമ്മളെ വിടുവിച്ചത്. എന്നിട്ട് നമ്മൾ അവനെ എന്നാ പറയണം? പിതാവായ ആണ്ടവരെ നമ്മൾ തകപ്പനായ ആണ്ടവരെ നമ്മൾ സ്തോത്രം ചെയ്യണം. അത് എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യണം? പുത്രനിൽ കൂടെ. പുത്രനാണ് നമ്മളെ വിടുവിച്ചത്. പുത്രനിൽ കൂടെ താൻ നമുക്ക് ആണ്ടവരായ തകപ്പനായ ആണ്ടവരെ നമുക്ക് സ്തോത്രം പണ്ണാൻ പറ്റും. അത് മാത്രമല്ല, അത് എപ്പോഴും പിതാവിനെ നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യണമെന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ, നമ്മുടെ പ്രയാസത്തോടെ. അയ്യോ, എനിക്ക് ഇങ്ങനെ രോഗം വന്നാച്ചേ, എനിക്ക് ഞാൻ പസിച്ച് കിടക്കുക, എനിക്ക് പ്രോബ്ലം, എനിക്ക് എല്ലാ പ്രശ്നം എല്ലാമേ എനിക്ക് അടിയിടയ്ക്കെന്ന് എന്നാൽ നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം പറയണം. കാരണം ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് ഈ മനുഷ്യർ ഈ ലോകത്തിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ മുടിയാതെ. കാരണം നമ്മൾ ഏത് ദേശത്തിലെ വാസികൾ താൻ? സ്വർഗത്തിലെ വാസികൾ, പിതാവിൻ്റെ മക്കൾ താൻ. നമ്മൾ പിതാവിൻ്റെ മക്കളാക്കി നമ്മൾ തീർത്തപ്പോൾ നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം അവനെ സ്തോത്രം പറയണം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ എൻ്റെ സമയം തീർന്നാച്ചേ ആണ്ടവർ നമ്മൾ അനുകരിക്കുമ്പോൾ